ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നടന്ന ഈ ഒരു ഡിബേറ്റിംഗ് ടാസ്കിന്റെ അകത്ത് വളരെ പ്രത്യേകതകളുണ്ട്. കാരണം ഇതിന്റെ അകത്ത് ആര് ശ്രദ്ധിക്കാതെ പോയതാണ് ജിൻഡോയുടെ ബുദ്ധി. അത് മറ്റു മത്സരാർത്ഥികൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ജിൻഡോയ്ക്ക് ബുദ്ധിയില്ല എന്ന് തന്നെയാണ്. ജിൻഡോ കാണിച്ച ഒരു ടെക്നിക്കുണ്ട്. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നിന്നു, ബാധിച്ചു. അപ്പൊ മറ്റു മത്സരാർത്ഥികളൊന്നും കൊടുത്തില്ല. അതിനെതിരെ സിജോയൊക്കെ കുറെ പറഞ്ഞു, നോറ കുറെ പറഞ്ഞു, അങ്ങനെ കുറെ പേര് പറഞ്ഞ് അത് ഒരു ലെവലിൽ അങ്ങ് എത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അത് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം സ്ഥാനത്തിന്റെ മത്സരം വന്നപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നോറയാണ്. നോറ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വയ്യാതിരുന്ന സമയത്ത് ഞാൻ കുറെ ഗെയിം കളിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടാറുണ്ട്, ഞാൻ കിച്ചണിൽ കുറെ നേരം വർക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ജിൻഡോ എത്തുന്നത്. ഞാനും രണ്ടാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജാസ്മിനും പറയുന്നത് ഞാനും രണ്ടാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ജിൻഡോയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ രണ്ടാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് മുമ്പ് ജിൻഡോ ഒരു കാര്യം ചെയ്തിരുന്നു. അവിടെ സായിയോടും അതോടൊപ്പം തന്നെ അഭിഷേകിനോടും കുറച്ച് മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ രണ്ടാം സ്ഥാനത്തേക്ക് മത്സരിക്കുക, നിങ്ങൾ കൈ പൊക്കിയേക്കണേ എന്ന്. കാരണം നോറെ അവർക്കൊന്നും ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്തു, ജിൻഡോ പോയി അവരോട് പറഞ്ഞു, ഞാൻ രണ്ടാം സ്ഥാനത്തേക്കാണ്, ഞാൻ എന്റെ പേര് വരുമ്പോൾ നിങ്ങൾ കൈ പൊക്കണേ എന്ന് പറഞ്ഞു. നോറെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേര്, 2-3 പേര് കൈ പൊക്കി. എന്നാൽ ജിൻഡോയെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന് അവിടെ ഭൂരിപക്ഷം 8 പേരോളം കൈപൊക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി. എന്നാൽ ഇവിടെ മറ്റു മത്സരാർത്ഥികളെല്ലാം വിചാരിച്ചു ജിൻഡോ പൊട്ടനാണെന്ന്. പക്ഷേ ബുദ്ധിപൂർവ്വം നൈസായിട്ട് കരുക്കൾ നീക്കി ആരെയാണോ പിടിക്കേണ്ടി അവരെ പിടിച്ചുകൊണ്ട് നൈസായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നു. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഉള്ള വ്യക്തികൾ തമ്മിൽ ക്യാപ്റ്റൻസി മത്സരം നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിവിടെ ബിഗ് ബോസ് വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒന്നാം സ്ഥാനത്തിലുള്ള വ്യക്തിയെ ഡയറക്റ്റ് ആയിട്ട് ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. മറ്റു മത്സരാർത്ഥികൾ ഇതൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ട്വിസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്നത് തന്നെ. ഇവിടെ രണ്ടാം സ്ഥാനത്ത് ജിൻഡോ വന്നത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടുമില്ല. അവിടെ നൈസായിട്ട് ജിൻഡോ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ ബുദ്ധി എങ്ങനെ ഉണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.